KGF എന്ന് കേട്ടാൽ നമ്മളിൽ പലർക്കും ഇന്നൊരു ബ്രഹ്മാണ്ഡ സിനിമ ഓർമ്മ വരും. എന്നാൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ ആ സിനിമയ്ക്കും അപ്പുറം KGF ഒരു ചരിത്രമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കുടിലുകളിൽ പട്ടയം പോലുമില്ലാതെ ജീവിക്കുന്നവരാണ് തിരശ്ശീലയിലെത്താത്ത KGF ജനത. അവരുടെ യഥാർത്ഥ ജീവിത കഥയിൽ മാസ് എന്റർടൈനിങ്ങിന്റെ ഒരു ഘടകവുമില്ല. സ്വർണ്ണഖനനമില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തേടിയെത്തുന്നവരോട് KGF-കാർക്ക് ഇത്തവണ ഒരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. യെസ്. ലഫ്റ്റനന്റ് ജോൺ വാറൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി സർവേ നടത്തുന്നതിനിടയിലാണ് ഈ മേഖലയിലെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. പിന്നീട് വിശദമായ പഠനങ്ങൾ നടന്നു. 1878 കോലാർ ഗോൾഡ് ഫീൽഡിൽ ബ്രിട്ടീഷുകാർ സ്വർണ്ണ ഖനനം ആരംഭിച്ചു. പതിറ്റാണ്ടുകളോളം KGF-ലെ സ്വർണ്ണത്തിളക്കം കടൽ കടന്നു. കേട്ടതും അറിഞ്ഞതുമായ KGF-ന്റെ ചരിത്രം ആവർത്തിക്കുകയല്ല ഉദ്ദേശം. പൊന്നു കുഴിച്ചെടുത്ത മണ്ണിലെ ജനതയുടെ വർത്തമാനകാല സാഹചര്യം പറയേണ്ടതുണ്ട്. 4 തലമുറകളിലായി ഖനിത്തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന കുടിലുകളാണിത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു നൽകിയത്. പട്ടയം പോലുമില്ലാത്ത കൂരകൾ. കൊളോണിയൽ കാലത്ത് നിന്ന് ഈ ജനതയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കോലാർ ലോക്സഭാ മണ്ഡലത്തിലാണ് KGF. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് പിടിക്കാൻ പല വാഗ്ദാനങ്ങൾ ഇവർക്ക് നൽകിയതാണ്. എന്നാൽ ഈ തവണ വോട്ട് ചോദിച്ചാരും KGF-ലെത്തിയിട്ടില്ല. വാഗ്ദാനങ്ങളുമായി ഈ വഴി വരണ്ട എന്ന് ഖനിത്തൊഴിലാളികൾ ഉറപ്പിച്ചു പറയുകയാണ്. பட்டா கொடுக்கணும், எல்லாருக்கும் கொடுக்கணும். நாங்கள்லாம் அவ்வளோ ஜெனரேஷன் அங்கே இருக்கிறோம். எல்லாம் எங்கள் டாட்டா காலத்துலேருந்து இங்கே தான் இருக்கிறோம். எல்லாம் எங்களுக்கு கொடுக்கணும் பட்டா. எங்களுக்கு வீடு சொந்தம் பண்ணணும். இல்லை போட்டு நாங்கள் எங்கே போடுற ஜெனரேஷன் அங்கே இருக்கிறோமா? நாங்கள் அந்த காட்டில் 4 தலைமுறையாக இருக்கிறோம். இப்போ எங்கே போட்டு நமக்கு இங்கே நமக்கு வீடு கொடுக்கணும். நாங்கள் வீடு காலி பண்ண மாட்டோம். எங்களுக்கு இந்த வீடு இப்போத்துக்கு சொந்தம் இல்லை, காலி பண்ணணும்னு சொல்கிறாங்க. காலி பண்ணால் எங்களால் வேறு எங்கேயும் போக முடியாது. ஓன் ப்ராப்பர்ட்டின்னு எதுவுமே கிடையாது. இங்கே டெய்லி வேஜஸாக தான் போயின்னு இருக்காங்க. மைனிங் இமௌண்ட்லேருந்து க்ளோஸ் ஆகுதுலேருந்து எல்லாம் பெங்களூர் டெய்லி வேஜஸாக போயிட்டு அதில் வர காசில் தான் எல்லாம் சாப்பிட்டுன்னு அப்படி இருக்கிறவங்க. காலி பண்ணின்னு போனாக்கா போகிறதுக்கு இடம் வேறு எதுவும் கிடையாது. அதனால் எங்களுக்கு எல்லாருக்குமே இந்த வீடெல்லாம் வந்து சொந்தமாகணும். பட்டா கொடுத்து நாங்கள் இங்கே தான் இருக்கிற மாதிரி பண்ணணும். താമസിക്കുന്ന വീടിന് ഉടമസ്ഥാവകാശം പോലും നൽകാതെ ഈ ജനതയെ ഭരണ സംവിധാനങ്ങൾ കബളിപ്പിക്കുകയാണ്. ബ്രിട്ടീഷ് കാലത്ത് അടിമകളാക്കിയെങ്കിൽ ആ അടിമത്തം ഇപ്പോഴും തുടരുകയാണ്. KGF-ന്റെ യഥാർത്ഥ കഥ മാസ് എന്റർടൈനറേ അല്ല. KGF-ൽ നിന്നും സജിൻ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.